വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യത്തെ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർക്കായി സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള അറിയിപ്പാണിത്. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത കർഷകർക്ക് കേന്ദ്ര സർക്കാർ ആനുകൂല്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക തടസ്സപ്പെടുന്നതായിരിക്കും. കിസാൻ സമ്മാൻ നിധിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഈ ID ഒരു പ്രധാന രേഖയായിരിക്കും. ആയതിനാൽ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. കിസാൻ സമ്മാൻ നിധിയിലില്ലാത്ത കർഷകർക്കും ഈ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും. ഇതുമൂലം അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നാണ് അറിയിപ്പുകളുള്ളത്. എന്നാൽ നിലവിൽ PM കിസാൻ സമ്മാൻ നിധി തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 20ാം ഗഡു വിതരണം ഈ മാസം അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. 2000 രൂപയാണ് കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത്. ഈ തുക കർഷക രജിസ്ട്രേഷൻ ID എടുക്കാത്തവർക്കും മുടങ്ങാതെ ലഭിക്കും. എന്നാൽ അടുത്ത തുക ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും വരാത്ത സ്ഥിതിക്ക് ഈ തുക മുടങ്ങാതിരിക്കാൻ വേണ്ടി കർഷക രജിസ്ട്രേഷൻ ID ഉടൻ തന്നെ എല്ലാ കർഷകരും ചെയ്തു വെക്കുക. ജൂലൈ 31 രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം. എന്നാൽ വലിയ തിരക്ക് നേരിടുന്നത് കൊണ്ടും ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും CSC കോമൺ സർവീസ് സെന്റർ വഴിയും ഇത് രജിസ്റ്റർ ചെയ്യുവാനുള്ള നിർദ്ദേശം നൽകുകയും അതിനുള്ള നടപടികൾ നടത്തിവരികയും അവർക്കുള്ള പരിശീലനം നൽകുകയും ചെയ്യും. ഇതിനായുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. ആയതിനാൽ ഇപ്പോൾ നിർദ്ദേശിച്ച ജൂലൈ 31 ഉള്ളിൽ തന്നെ തിരക്കു പിടിച്ച് ഇത് ചെയ്യണമെന്നില്ല. ഇത് ഒരിക്കലും കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെ തടസ്സപ്പെടുത്തുകയില്ല. കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി പുതിയ കരമടച്ച രസീതും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് ആവശ്യമായിട്ടുള്ളത്. ആധാർ OTP വെരിഫിക്കേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുകയും പുതിയ സാമ്പത്തിക വർഷത്തെ നികുതി അടയ്ക്കുകയും ചെയ്യുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ eKerala ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.